ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ഭക്തി നിർഭരമായി. പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെ പ്രൗഢിയും ഒത്തുചേർന്ന എഴുന്നള്ളിപ്പുകളുമായി എങ്കിക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾ കാവിലേക്ക് എത്തി. 10,000-കണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കി പകൽ പൂരത്തിന് എങ്കിക്കാട് ദേശം തിരിതെളിച്ചു. വടക്കാഞ്ചേരി ദേശത്തിന്റെ രാജകീയ എഴുന്നള്ളിപ്പും വൈകുന്നേരത്തെ വർണ്ണാഭമായ വെടിക്കെട്ടും പൂരനഗരിയെ ആവേശത്തിലാഴ്ത്തി. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഉത്രാളിക്കാവ് ഭഗവതിയുടെ തിരുമുറ്റത്ത് പൂരാരവം മുഴങ്ങി. രാവിലെ 11:30 എങ്കിക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പോടെയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. എങ്കിക്കാട് ദേശത്തിന്റെ നടപ്പുര പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 1:45 എങ്കിക്കാട് ദേശം പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് തുടക്കമായി. കുമരനെല്ലൂർ പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പൻ മാരാർ, കോങ്ങാട് മോഹനൻ എന്നിവരാണ് പ്രാമാണ്യം വഹിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നും ചരിത്ര പ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യത്തോടെ വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈക്കം ചന്ദ്രൻ, തിരുവില്ലാമല ഹരി എന്നിവർ വാദ്യത്തിന് നേതൃത്വം നൽകി. രാജഭരണകാലത്തെ സ്മരണകളുണർത്തി സായുധ പോലീസിന്റെ അകമ്പടിയോടെയാണ് വടക്കാഞ്ചേരി ദേശത്തിന്റെ പ്രയാണമുണ്ടായത്. വൈകിട്ട് തത്തമംഗലം സതീഷ് ഒരുക്കിയ വടക്കാഞ്ചേരി ദേശത്തിന്റെ പകൽ വെടിക്കെട്ട് പൂരനഗരിയെ വിസ്മയിപ്പിച്ചു. പൂതൻ, തിറ, ഹരിജൻ വേല തുടങ്ങിയ കലാരൂപങ്ങൾക്കൊടുവിൽ രാത്രിയിൽ ഭഗവതി പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ബുധനാഴ്ച പുലർച്ചെ ദേശമംഗലം സുരേന്ദ്രൻ സജ്ജമാക്കുന്ന വർണ്ണശബളമായ വെടിക്കെട്ടാണ് മറ്റൊരു ആകർഷണം. തുടർന്ന് രാവിലെ പൊങ്ങിലിടി കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമാകും.